ഹലോ ഗൈസ്, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണേണ്. രാവിലെ എണീറ്റ് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ ഉച്ചി പിന്നെ നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. റെഡിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു സത്യം പറഞ്ഞത്. നല്ല മഴയാണ് ഇവിടെ. പക്ഷേ ഞാൻ ഷൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരാളെയും കൂടി കാണിച്ചു തരാം. എത്രയും വൃത്ത ഷൂ. ഞാൻ ചെരുപ്പില്ലാത്ത ആൾ, 3 മാസം ഗർഭിണി. കാണിച്ചു കൊടുക്ക വയറ്. തവളല്ലേ ഇത്, കറക്റ്റ് ഗർഭിണികളെ നടത്തണം. കറക്റ്റ്. വെറുതെ ഇതേ വല്ല ഇവിടെ മെട്രോയാ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ സീറ്റ് സിമ്പിളായിട്ട് കിട്ടും. കഴിച്ചോ, എന്ത് സാധനം നോക്കാം. ഗൈസ്, നമ്മളെവിടെ പോകുന്നു ഗായത്രി? വീട്ടിൽ പോണു, വിശക്കണം. തുടങ്ങി, ഇത് മാത്രം പറയാനുള്ള. ഹലോ, ഗായത്രിയുടെ സംഗീതിൻ്റെ ഡ്രസ് ഷോപ്പ് ചെയ്തു. ഞങ്ങളുടെയും എടുത്തു. ഓക്കെ, ഹലോ ഗൈസ്, വി ആർ ഗോയിങ് ടു ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഗായത്രി പറഞ്ഞു ഇവിടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അത് കഴിക്കാൻ നോക്കും. ഇല്ലേ ഗായത്രി? നമ്മളിവിടെ 154 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് JP നല്ലൊരു സ്ഥലത്താണ് പോകാൻ പോകുന്നത്. ഗായത്രിയുടെ പോയിട്ട് നല്ല ഫുഡാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് അവിടെ പോയി ഇത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഗായത്രി ഹായ്, നമ്മളെവിടെ പോകുന്നേ? ഓക്കെ, ഹായ് ഹായ്, ഓക്കെ, ബൈ. ബൈ. കഴിക്കും പ്രോ സൂക്ഷിച്ച് കഴിക്കുന്ന പൈവ മേത്ത് കരിക്കാക്കി. എനിക്കിഷ്ടപ്പെട്ടത്. താൻ എന്നോടാണ് പറഞ്ഞത് നോക്കി കുടിക്കണമെന്ന്. ഞാൻ ആ ഗായത്തിനോട് പറഞ്ഞു. എന്നിട്ട് എന്തായി? 3 കഴിച്ച് 2 We are going to toy train. ഗായത്രി എക്സൈറ്റഡ് ഉണ്ടോ? ഇല്ല, ഗായത്രിക്ക് എക്സൈറ്റഡ് ഇല്ല, എനിക്ക് എക്സൈറ്റഡ്. ഗായത്രിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത്രയും ക്യൂ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താൻ. ചെറിയൊരു വട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ ചില സിനിമയിലൊക്കെ കൽപ്പനയ്ക്കല്ലേ നിൽക്കൂല, കുറച്ച് പിരിവട്ട് പോയ ആ സീനാണ്. UDC ആണ്. അതേപോലത്തെ ഏറ്റവും ശരിക്കും ഇത് മാത്രം എടുത്തിട്ട് ഇടണം ആൾക്കാർ. ഇതിന് ശരിക്കും സ്നിക്കേഴ്സിന്റെ പരസ്യത്തിൽ വിടാട്ടാ. എനിക്ക് ശരിക്കും കണ്ടുപിടിച്ചിട്ടില്ല. ലെറ്റ്സ് ഗോ. ബൈയാണ് ബൈവ. സ്ട്രെയിറ്റ് ആണ് ഇത് കാണുന്ന. സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും നല്ല ജോലിയും വിദ്യാഭ്യാസവും ഉള്ള ചെക്കന്മാർ സമീപിക്കുക. ഒരു 5 വേണം. കല്യാണം കഴിക്കാനാണ്. കുഞ്ഞു സാധനം. രസമല്ലേ? കുടു 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 കുടു.
യെസ് പേടിയാണ്. ഒരു ആട്ടമുണ്ട് വേറെ സീൻ അടിപൊളിയായിരുന്നു. ശരിക്കും ഗായത്രിക്കായിരുന്നു. ഗായത്രി ആട്ടം കഴിഞ്ഞിട്ടില്ല. എങ്ങനെയായിരുന്നു ഗായത്രി അഭിപ്രായം? ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. ഇരിക്കുകയാണെങ്കിൽ ബാക്കിലിരുന്നാലേ ഫുള്ള് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും ബാക്കിൽ പോയിരിക്കണം. ഗായ്സ് ഞങ്ങൾ അടുത്ത ട്രിപ്പ് സ്ഥാനത്ത് കയറാൻ പോവുകയാണ്. ഗായത്രിക്ക് പേടിയുണ്ടോ? ബ്രേക്ക് ഡാൻസ് ഇതാണ് സാധനം. ഞങ്ങൾ അതിൽ കയറുമ്പോൾ വീഡിയോ എടുക്കില്ല, കാരണം ഞങ്ങൾക്ക് അത് പറ്റില്ലല്ലോ. അതെ, തെറിച്ചു പോകുമ്പോൾ എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഫോൺ ഉള്ളിലായിരുന്നു. സോ ഗൈസ് ഞങ്ങൾ അടുത്തേക്ക് കയറാൻ പോവാണ്. ബൈ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, പക്ഷെ വലിയ പ്രശ്നമില്ല അല്ലേ? മറ്റേതായിരുന്നു അതിനേക്കാളും ചെയ്യുന്നത്. ചെറുതായിട്ട് പുറമേ നിന്ന് കാണുന്ന അത്ര പ്രശ്നം ഉണ്ടായില്ല. കയറുമ്പോൾ വലിയ പ്രശ്നമില്ലെന്നാ പറയുന്നെങ്കിലും തിരിച്ചൊക്കെ തല കറങ്ങുന്നുണ്ട്. അനങ്ങാണ്ടിരിക്കാതെ കാരണം വലിയ സീനൊന്നുമില്ല. ചെറുത്തല്ലേ ഉണ്ടോ? അൽഫാം ഇറച്ചിച്ചോറ് ഇരിക്കണം. പ്ലേറ്റ് കാലി ഫിനിഷ്ഡ്. എന്താണ് വൃത്തിയില്ലാത്ത പ്ലേറ്റ് എന്നൊക്കെയാണ് അതിലാണ്. കണ്ണൂർ ഫുഡ് കോർട്ട് മടിവാള അല്ല, ഫുഡ് പോയിന്റ്. കുറച്ചുകൂടി ബാംഗ്ലൂർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ ഞങ്ങൾ ഗായത്രി, അമൽ, ജിയോ, പിന്നെ ഒരുത്തനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഞങ്ങൾ പോകുന്നു. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഗായത്രിക്ക് മാത്രമുള്ള എല്ലാം ഞങ്ങൾക്കില്ല ഒന്നും. ഓക്കെ, ബൈ ഗൈസ്, സൈനിങ് ഓഫ്.